ഹലോ ഗൈസ്, വെൽക്കം ടു ട്രിപ്പിൾ എസ് ഫാമിലി. അപ്പോൾ ഇന്നത്തെ ഒരു മോർണിംഗ് വൈബാണ് കേട്ടോ. അപ്പോൾ കഴിഞ്ഞ ദിവസം വീട്ടിൽ പോയപ്പോൾ ഞാൻ എൻ്റെ റേഷൻ കാർഡ് വെച്ചിട്ട് കുറച്ച് അരി വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ വാങ്ങിക്കും. അപ്പോൾ ഞാൻ വീട്ടിൽ പോകുമ്പോൾ അവിടെയുള്ള റേഷൻ കടയിൽ നിന്നാണ് കേട്ടോ. റേഷൻ കാർഡ് ഏത് കടയിൽ വേണമെങ്കിലും എടുക്കുമല്ലോ, അപ്പോൾ അങ്ങനെ കേട്ടോ വാങ്ങിക്കാറുള്ളത്. പിന്നെ അപ്പോൾ ഇന്നൊരു ഇഞ്ചിക്കറി വെക്കാമെന്ന് കേട്ടോ വിചാരിച്ച്. അപ്പോൾ ഇഞ്ചിയും പച്ചമുളകും തേങ്ങയും എല്ലാം നന്നായിട്ട് നല്ല വെളിച്ചെണ്ണയിൽ വറുത്തെടുക്കുവാണേ. അപ്പോൾ വെളിച്ചെണ്ണ ഓൾറെഡി വീട്ടിൽ നിന്ന് ആട്ടി കൊണ്ടുവന്നേക്കണ കാരണം നല്ല ഒറിജിനൽ വെളിച്ചെണ്ണ തന്നെയാണ്. അതിൽ നമ്മൾ അധികം കൂടുതൽ ഒഴിച്ചിട്ട് നമ്മൾ നന്നായിട്ട് നല്ല ചുവന്ന നിറത്തിലാകുന്നത് വരെ ഈ ഇഞ്ചി നമ്മൾ വാട്ടിയെടുക്കും കേട്ടോ. അതുപോലെ തന്നെ മോര് കാച്ചിയത് ഉണ്ടായിരുന്നു. അപ്പോൾ അത് നേരത്തെ ഇന്നലത്തെ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ചൂടാക്കി എടുക്കാമെന്ന് വിചാരിച്ചു. അതാണ് കേട്ടോ നമ്മൾ ചോറിന് ഒഴിച്ചു കൂട്ടാനായിട്ട് എടുക്കുന്നത്. അപ്പം ഇഞ്ചി നന്നായിട്ട് വാടി വരണേ, എന്നാൽ കരിഞ്ഞു പോകാനും പാടില്ല. നമ്മൾ നന്നായിട്ട് അടുത്ത് തന്നെ നോക്കി നിൽക്കുക. അങ്ങനെയാണ് കേട്ടോ ചെയ്യേണ്ടത്. തേങ്ങയും കൂടി ഇട്ടിട്ട് വേണം കേട്ടോ നമ്മൾ നന്നായിട്ട് വാട്ടാനായിട്ട്. ഇഞ്ചിയും പച്ചമുളകും നന്നായിട്ട് വാടി വരുമ്പോൾ കുറച്ച് നേരത്തിന് ശേഷം നമ്മൾ തേങ്ങ ഇട്ടിട്ട് വാട്ടിയാൽ മതി കേട്ടോ. അപ്പോൾ അങ്ങനെ പിന്നെ ആ മോര് കൂട്ടാനും കൂടെ നമ്മൾ ചൂടാക്കി എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ ചൂടാക്കുന്നതാണ് കേട്ടോ കാണുന്നത്. ഇവിടെ വാവാച്ചിക്കൂട്ടനും എല്ലാവർക്കും കൂടുതൽ ഇഷ്ടമുള്ളതാണ് സാമ്പാറും മോര് കാച്ചിയതുമൊക്കെ. അവൻ ഓൾറെഡി വെജിറ്റേറിയനും കൂടെ ആയതുകൊണ്ട് അതൊക്കെ ഒത്തിരി കൂടുതലായിട്ട് ഇഷ്ടമുള്ളൊരു സാധനമാണ് കേട്ടോ. പിന്നെ ഓൾറെഡി ഇൻഡക്ഷൻ കുക്കർ കൊണ്ടുവന്ന കാരണം ചോറും എല്ലാം തന്നെ ഞാൻ അതിൽ തന്നെയാണ് കേട്ടോ വെക്കുന്നത്. ഇപ്പോൾ ഇതാണ് കേട്ടോ മോര് കൂട്ടാനായിട്ടുള്ളത്. മാങ്ങ ഇട്ടിട്ടുള്ളത്, നമ്മുടെ മാങ്ങ തന്നെയാണ് അതിൽ ഉള്ളത്. ഇഞ്ചി പച്ചമുളകും തേങ്ങയും കൂടെ വറുത്ത് വെച്ചിരിക്കുന്നത് ചൂടാറി കഴിയുമ്പോഴത്തേക്കും നമ്മൾ മിക്സിയിൽ അടിച്ചെടുക്കുക കേട്ടോ ചെയ്യുക. അപ്പോൾ ഒരു 11:30 ആയപ്പോഴത്തേക്കും ഞാൻ ഇന്ന് ലൈം ജ്യൂസല്ല, നെല്ലിക്ക വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, നല്ല വലിയ നെല്ലിക്ക. അപ്പോൾ ഒരു നാരങ്ങ പിഴിഞ്ഞതും പിന്നെ ചെറിയൊരു ഇഞ്ചിയുടെ കഷ്ണവും പിന്നെ ഒരു പച്ചമുളകും പിന്നെ നമ്മുടെ നെല്ലിക്കയുടെ ഒരൊറ്റ നെല്ലിക്ക എടുത്തിട്ട് അതിൻ്റെ കഷ്ണങ്ങൾ പീസാക്കിയിട്ടിട്ട് അതും കൂട്ടിയിട്ട് കേട്ടോ ഞാൻ ഇന്ന് ജ്യൂസ് അടിക്കാൻ പോകുന്നത്. നെല്ലിക്ക ഓൾറെഡി കഴുകിയതായിരുന്നു, പക്ഷെ അതിലെന്തോ ഒരു ചെറിയൊരു കറ പോലെ കണ്ടപ്പോൾ ഞാൻ വീണ്ടും ഒന്നും കൂടെ കഴുകിയെടുത്തത് കേട്ടോ. എന്നിട്ട് അതും കൂടി ഇട്ട് നമ്മൾ തണുത്ത വെള്ളം കോൾഡ് വാട്ടർ എടുത്തിട്ട് മിക്സിയിൽ അടിക്കുവാണേ. അങ്ങനെ കുറച്ച് ഷുഗറും കൂടെ അതിൽ ആഡ് ചെയ്യുന്നുണ്ട്. ഒരു 3 ടീസ്പൂൺ ഷുഗറാണ് കേട്ടോ, അല്ലെങ്കിൽ ഇത്തിരി കയ്പ്പ് പോലെ ഉണ്ടാവും. അപ്പോൾ അതും കൂടെ ആഡ് ചെയ്തിട്ട് അരിച്ചെടുക്കുവാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഓൾറെഡി വാവാച്ചിയും ചേട്ടനും ഉണ്ട്. അപ്പോൾ അവർക്ക് ഐസ് ക്യൂബ്സും കൂടി ഇട്ടിട്ട് ഞാനത് കൊടുക്കുവാണ് 11:30 മിക്കവാറും ഞാൻ ലൈം ജ്യൂസാണ് ഉണ്ടാക്കാറുള്ളത്. അപ്പോൾ ഇന്ന് ഈ നെല്ലിക്കയുടെ ജ്യൂസ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ അത് കൊടുക്കുവാണ് കേട്ടോ. എല്ലാവർക്കും തന്നെ ഇങ്ങനെ ഒരു ഹെൽത്തി ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ഡ്രിങ്ക്സ് നമ്മൾ ഈ ഒരു 11:30 ഈ ഒരു സമയത്ത് കുടിക്കുന്നത് നല്ലതായിരിക്കും. നമ്മൾ ചായയേക്കാളും കൂടുതൽ എല്ലാവരും ഒരു 10-11 മണിയാകുമ്പോൾ ചിലപ്പോൾ ചായയൊക്കെ കുടിക്കുന്നവരുണ്ടല്ലോ. അപ്പോൾ അത് ഒഴിവാക്കിയിട്ട് ഇത് യൂസ് ചെയ്ത് വളരെ നല്ലതായിരിക്കും കേട്ടോ. പിന്നെ നമ്മൾ എന്താ ചെയ്യുക വെച്ചാൽ ഈ ഇഞ്ചിക്കറിക്ക് വേണ്ടിയിട്ട് നല്ല വെളിച്ചെണ്ണ എണ്ണ കേട്ടോ യൂസ് ചെയ്യണം. നമ്മൾ സൺഫ്ലവർ ഓയിൽ വേറെ ഓയിലൊന്നും യൂസ് ചെയ്യുന്നില്ല. അതിലേക്ക് മുളക് പൊടി, അത്യാവശ്യം തന്നെ മുളക് പൊടിയുടെ എരിവ് വേണ്ടവരെങ്ങനെയാണോ നിങ്ങളുടെ അനുസരിച്ചിട്ട്. ഞാനിവിടെ സാധാരണ മുളക് പൊടിയും പിന്നെ കാശ്മീരി മുളക് പൊടി കളറിന് വേണ്ടിയിട്ട് അതും ഒരു ടേബിൾ സ്പൂൺ ഇടാറുണ്ട്. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ കായപ്പൊടിയായിട്ട് ഇടുന്നത്. പിന്നെ ഉലുവ വേണ്ടവർക്ക് ഇടാൻ, ഞാനിപ്പോൾ ഇടുന്നില്ല, ഉലുവ ഇടുന്നില്ല. കായപ്പൊടിയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ വാട്ടിക്കഴിഞ്ഞതിന് ശേഷം ഞാൻ നേരത്തെ പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, വാളംപുളി. ആ പുളിയും കൂടെ അതിലേക്ക് നമ്മൾ പിഴിഞ്ഞൊഴിക്കുക ചെയ്യുന്നത് കേട്ടോ. പിന്നെ ഞാൻ നേരത്തെ വറുത്ത് വെച്ച ഇഞ്ചി തേങ്ങ മുളകിൻ്റെ അത് മിക്സിയിൽ അടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, അത് അതിലിടുകയാണ്. പിന്നെ ഇതുവരെ ഞാൻ ഉപ്പൊന്നും ചേർന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ആവശ്യത്തിന് ഉപ്പും ചേർക്കുക. പുളിയുള്ളത് കൊണ്ട് കുറച്ച് കൂടുതൽ ഉപ്പ് ഇടുക, എന്നാലാണ് അതിൻ്റെ ഒരു കറക്റ്റ് ഇത് വരുള്ളൂ കേട്ടോ. പിന്നെ നമ്മൾ ലേശം ശർക്കരയാണ് ചേർക്കേണ്ടത്. ഓൾറെഡി ഞാൻ ശർക്കര ഇവിടെ ഉണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഉണ്ടാക്കാൻ തുടങ്ങിയത്. എപ്പോഴും ശർക്കരയുടെ പൊടി ഉണ്ടാകുന്നതാണ് ഞാൻ നോക്കിയപ്പോൾ അത് കാലിയായിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ പഞ്ചസാരയാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. എന്താണെങ്കിലും കുഴപ്പമില്ല, പക്ഷേ ശർക്കരയാണ് അത്യുത്തമം. അപ്പോൾ അങ്ങനെ അത് വറ്റിച്ചെടുത്ത് അത് ഇഞ്ചിക്കറി റെഡിയായി. പിന്നെ കുറച്ച് കാര്യങ്ങൾ എഡിറ്റ് ചെയ്യാനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അതൊക്കെയാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഉച്ചയ്ക്ക് ഇതാണ്, നമ്മളിപ്പോൾ വെജിറ്റേറിയൻ ആയതുകൊണ്ട് മോര് കാച്ചിയത്, ക്യാരറ്റ് ഉപ്പേരി, ഇഞ്ചിക്കറി, പപ്പടം മുളകിട്ട് വറുത്തത്, ഇതൊക്കെയായിരുന്നു കേട്ടോ ഇപ്പോൾ ലഞ്ചിന്. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇനിയൊരു വീഡിയോ